ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഇടിച്ചക്ക എങ്ങനെ ഈസി ആയിട്ട് തൊലി കളഞ്ഞെടുക്കുക എന്നുള്ളതും ഈ ഒരു ഇടിച്ചക്ക വെച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ദാ ഞാനിവിടെ ഒരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്. ഈ ഒരു ഇടിച്ചക്കയുടെ അതിൻ്റെ ഒരു അറ്റം വശമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലോണം കഴുകി ക്ലീനാക്കി എടുക്കണം. എന്നിട്ട് ഇതാ ഇതുപോലെ ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പിലാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സാധാരണ ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റി ഒന്ന് വേവിച്ചെടുത്താൽ മതി. അതിതാ ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 20-25 മിനിറ്റോളം വേണ്ടി വരും. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലും വേവിച്ചെടുക്കുക. പക്ഷേ കുക്കറിലാകുമ്പോൾ ഒരുപാട് അങ്ങ് വെന്ത് പോവും. അപ്പോൾ അതിനെക്കാട്ടിലും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഓവർ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രം നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ അത്രയും ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി ഇത് നല്ലോണം അതിൻ്റെ ചൂടൊക്കെ നാറിയതിന് ശേഷം ഇതാ നമുക്ക് അതിൻ്റെ തൊലി ഇതുപോലെ ഒന്ന് ഈസി ആയിട്ട് ചെത്തിയെടുക്കാനായിട്ട് പറ്റും. സാധാരണ നമ്മൾ ഇടിച്ചക്കൊക്കെ ഇങ്ങനെ ചെത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര കട്ടിയായിരിക്കും അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തൊലി കളഞ്ഞെടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് തൊലിയൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ ഞാനിവിടെ കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആദ്യം അതിലേക്കൊരു അരപ്പ് വേണം, അത് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഇതാ കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകം, അതായത് ചെറിയ ജീരകം, പിന്നെ മുളക് പൊടി, 2 പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് ചെറിയുള്ളി, അതാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്കിതെല്ലാം മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഈ ഒരു സമയം തന്നെ ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ ചെത്തിയെടുത്ത ആ ഒരു ഇടിച്ചക്ക ഇതുപോലെ ചെറുതായിട്ടൊന്ന് പീസാക്കി എടുത്തിട്ട് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അരച്ചെടുക്കാതെ ഒന്നങ്ങ് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇതാ ഞാനിവിടെ കുക്കറാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബാക്കി ഭാഗം നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അത് കുക്കറിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ കുക്കറിലേക്ക് ഇത് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഉഴുന്നുപരിപ്പാണ്. അപ്പോൾ ഉഴുന്നുപരിപ്പ് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ശേഷം അതിലേക്ക് കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തിരുന്ന ആ ഒരു ഇടിച്ചക്ക ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണേ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാനുള്ള വെള്ളം മാത്രം മതി. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കണേ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ അടുപ്പിച്ചെടുത്താൽ മാത്രം മതി. ഒരുപാട് വിസിലടുപ്പിച്ചെടുക്കൊന്നും വേണ്ട. ഇത് 1/4 ഭാഗത്തോളം കുക്കായി വന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ വിസിൽ മാത്രം അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു അരപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആ ഒരു തേങ്ങയുടെ മിക്സ് ഞാനിതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാട് ചതച്ചെടുക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അതിലേക്ക് മുളകൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അത് ഈ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇതുപോലൊന്ന് മിക്സാക്കി എടുക്കുക. കുറച്ച് സമയം ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ അങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം തീയൊന്ന് ഓഫ് ചെയ്യാനായിട്ട്. കാരണം ആ ഒരു തേങ്ങയിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏറ്റവും ലാസ്റ്റ് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് തൂക്കി കൊടുത്താൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്